ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന ചാപ്റ്റർ നമ്പർ 9 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഒരു ഡേറ്റാബേസ്, വാട്ട് ഈസ് എ ഡേറ്റാബേസ് എന്ന് ഡിസ്കസ് ചെയ്തു. ഡേറ്റാബേസിനകത്ത് കുറേ ഡേറ്റ സ്റ്റോർ ചെയ്യും, റിലേറ്റഡ് ഡേറ്റ സ്റ്റോർ ചെയ്യുമെന്ന് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഡേറ്റകൾ മാത്രം സ്റ്റോർ ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് പല രീതിയിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാം. അതിനകത്ത് ഒരു ടൈപ്പ് DBMS ആണ്, RDBMS, റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾസ് ആയിട്ടാണ്, അഥവാ റിലേഷൻസ് ആയിട്ടാണ്, അഥവാ ടേബിൾസ് ആയിട്ടാണ്, റോയും കോളവും ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് SQL എന്നുള്ളതാണ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് അതൊരു ലാംഗ്വേജ് ആണ്, അത് ഡേറ്റാബേസ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു SQL. അതുമായിട്ട് ബന്ധപ്പെട്ട ചില SQLൻ്റെ കോമ്പണൻസ് ആയിട്ട് നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. DDL, DML, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് DML, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് DDL, ദെൻ ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് DCL എന്ന് 3 കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. പിന്നെ SQLനകത്തുള്ള ഡേറ്റ ടൈപ്സ്, പല ടൈപ്പ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാം, അത് 2 രീതിയിൽ, ഇൻറ്റിജറായിട്ടും ഡെസിമലായിട്ടും സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യാം, ടെക്സ്റ്റ് നമ്മൾ ക്യാറും വാർക്യാറുമായിട്ട് സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു. ഡേറ്റ ടൈപ്പായിട്ട് സ്റ്റോർ ചെയ്യും, അതിൻ്റെ ഫോർമാറ്റ് DD എന്നാണെന്നും അല്ലേ. ടൈം സ്റ്റോർ ചെയ്യാം, HH, അവർ, മിനിറ്റ്, സെക്കൻഡ് എന്ന ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള സൈഡിലേക്ക് പോവാണ്. DDL കമാൻഡ്സ്, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് കമാൻഡ്സ്. പ്രധാനപ്പെട്ട 2 കമാൻഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് എങ്ങനെയാണ് ഡേറ്റാബേസിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പഠിക്കും. പിന്നെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത ടേബിൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുക, റിമൂവ് ചെയ്യുക, ഡേറ്റാബേസിൽ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്ന് പഠിക്കും. സോ ഫസ്റ്റ് വിൽ ഡിസ്കസ് വാട്ട് ഇസ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ക്രിയേറ്റ് എ ടേബിൾ. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന നമുക്ക് സ്റ്റുഡൻറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. സ്റ്റുഡൻറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, സ്റ്റുഡൻറ്റ് ടേബിൾ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിളിനകത്ത് നമുക്ക് ഇങ്ങനെ അഡ്മിഷൻ നമ്പർ, ഓക്കെ, നെയിം, ഓക്കെ, പിന്നെ കോഴ്സ് അല്ലെങ്കിൽ കോഴ്സ്, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങൾ, കുട്ടിയുടെ ഇത്രയും കാര്യങ്ങൾ സ്റ്റുഡൻറ്റ് ടേബിളിനകത്ത് സ്റ്റോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ 101 സച്ചിൻ, സയൻസ് 2 എന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതാം നമുക്ക് തൽക്കാലം. 2000, ഓക്കെ. 102 ഹാരിസ്, കൊമേഴ്സ്, സം 33 2001. അതുപോലെ 103 some other name, പഠാൻ, കോഴ്സ് ഹ്യൂമാനിറ്റീസ്, സം 4 2002. ഇതിനെയാണ് നമ്മൾ ടേബിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. റിലേഷൻസ് ആയിട്ട്, ടേബിൾസ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടേബിൾസ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ എങ്ങനെയാണ് ഡേറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യാം? അപ്പോൾ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ടേബിളിലാണ്. ഏത്? സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിളിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറയണം. എന്തൊക്കെ വേണം? അഡ്മിഷൻ നമ്പർ, അതുപോലെ നെയിം, കോഴ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ ഉള്ളൊരു ടേബിൾ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം, ടേബിൾ. ആ ടേബിളിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഡേറ്റ നമ്മൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ആദ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടേബിൾ ക്രിയേറ്റ് ചെയ്താലാണ് പിന്നെ അതിലേക്ക് നമുക്ക് ഇതുപോലെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു ക്രിയേറ്റ് എ ടേബിൾ.
സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടേബിളിൻ്റെ ഒരു പേര് കൊടുക്കണം. എന്ത് പേര് കൊടുക്കുക? സ്റ്റുഡൻറ്റ് എന്ന പേര് കൊടുക്കും. പിന്നെ അതിനകത്തുള്ള ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് പറയണം. അഡ്മിഷൻ നമ്പറാണ് അല്ലേ, അതൊരു നമ്പർ ആയിരിക്കും, അതുകൊണ്ട് ഇത് ഇൻറ്റിജർ ആയിരിക്കും അല്ലേ. നെയിം എന്നുള്ളൊരു കോളം വേണം, അത് ക്യാരക്ടർ അല്ലെങ്കിൽ വേർക്യാർ ആയിരിക്കും, അതിൻ്റെ ടൈപ്പ് വേർക്യാർ ആയിരിക്കും, അതിനകത്ത് ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യേണ്ടത്. കോഴ്സിനകത്ത് നമുക്ക് എന്താ സ്റ്റോർ ചെയ്യേണ്ടത്? വാർക്യാറാണ് സ്റ്റോർ ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് ബർത്തിനകത്ത് ഡേറ്റ് സ്റ്റോർ ചെയ്യണം. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എന്താണ്? സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ടേബിളിൻ്റെ പേരാണ്. പിന്നെ നമ്മൾ പറയുന്നത് അതിനകത്തുള്ള ഏതൊക്കെ ഫീൽഡ് വേണം, എന്തൊക്കെ ഇൻഫർമേഷൻസ് വേണം. അഡ്മിഷൻ നമ്പർ എന്നുള്ളൊരു കോളം വേണം, പിന്നെ അതിനകത്ത് നെയിം എന്നൊരു കോളം വേണം, ദെൻ അതിനകത്ത് പിന്നെ കോഴ്സ് എന്നുള്ളൊരു കോളം വേണം, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളൊരു കോളം വേണം. അങ്ങനെ കോളംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ നമ്പറിൽ നമ്പർ ആയിരിക്കും, അതുകൊണ്ട് ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ ആയിരിക്കും. നെയിം എന്താണ്? പിന്നെ ക്യാരക്ടറാണ്, അതുകൊണ്ട് അതിൻ്റെ ഡേറ്റ ടൈപ്പ് നമുക്ക് വേർക്യാർ എന്നോ അല്ലെങ്കിൽ കെയർ എന്നോ കൊടുക്കാം, നമുക്കിഷ്ടമുള്ളത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്യില്ല, നമ്മൾ ഫോളോ ചെയ്യുന്നത് വേർക്യാർ ആയിരിക്കും, ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ. കോഴ്സും അതുപോലെ സ്ട്രിങ് ആണ്, ടെക്സ്റ്റ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും? ക്യാരക്ടർ ആയിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ടേബിളാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുക നോക്കാം. ഇത് ചെയ്യാനുള്ള ആദ്യത്തെ കമാൻഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹൗ ടു ക്രിയേറ്റ് എ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DDL കമാൻഡ്സ് ആണ്. DDL കമാൻഡ്സ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് കമാൻഡ്സ് ആണ്. DDL കമാൻഡ്സ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് കമാൻഡ്സ്. എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ടേബിൾ ഡ്രോപ്പ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. സോ അതിൽ ആദ്യത്തെ കമാൻഡാണ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. ഏതാണ് കമാൻഡ്? ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. ക്രിയേറ്റ് ടേബിൾ കമാൻഡാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഏത് ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് എക്സാമ്പിളായിട്ട് സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ എന്തൊക്കെ വേണം? അഡ്മിഷൻ നമ്പർ വേണം അല്ലേ, നെയിം വേണം, കോഴ്സ് വേണം, ദെൻ പിന്നെ എന്ത് വേണം? ഡേറ്റ് ഓഫ് ബർത്ത്. ഇത്ര ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ കമാൻഡ് എഴുതുക എങ്ങനെയായിരിക്കും നോക്കിക്കാം. ക്രിയേറ്റ് ടേബിൾ, എന്നിട്ട് എന്താണ് ടേബിളിൻ്റെ പേര്? ടേബിളിൻ്റെ പേര് എന്താണോ അത് കൊടുക്കുക. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്, പിന്നെ ഒരു ബ്രേക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക, ശേഷം ബ്രേക്കറ്റിൽ പിന്നെ ഏതൊക്കെ കോളമാണ് വേണ്ടത്? അഡ്മിഷൻ നമ്പർ, അത് ഇൻറ്റിജറാണ്. സോ വിൽ സേ അഡ്മിഷൻ നമ്പർ ഇൻറ്റിജർ. ദെൻ പ്രൈമറി കീ എന്ന് പറയും, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പ്രൈമറി കീ കോമ നെയിം varchar some 30 കോഴ്സ്, അടുത്ത കോളാണ് COURSE കോഴ്സ് അല്ലേ, അതും ക്യാരക്ടറാണ്. സോ ഡാറ്റ ടൈപ്പ് പറയും varchar കോഴ്സ് നമ്മളൊരു 20 കൊടുത്തു, 20 ക്യാരക്ടേഴ്സ് മാക്സിമം. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് DOB, അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഡേറ്റ് എന്ന് കൊടുത്തു. അവസാനം ബ്രേക്കറ്റ് ക്ലോസ് ചെയ്തു, ഒരു സെമി കോളൻ ഇട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യുക. ഏത് കമാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ക്രിയേറ്റ് ടേബിൾ കമാൻഡ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ്. നമ്മൾ ഈ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആണ്, അതിൽ കുറേ കോളംസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയണം. നമ്മൾ പറയുന്നു കമാൻഡ് എന്താണ്? ക്രിയേറ്റ് ടേബിൾ അല്ലേ. നമ്മൾ പറയുന്നത് എന്താണ്? ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ ഇൻഫർമേഷൻ ആ ടേബിളിൽ വേണ്ടതെന്ന് പറയുന്നു. അഡ്മിഷൻ നമ്പർ വേണം, അത് ഇൻറ്റിജറാണ്, നമ്പർ ആയിരിക്കണം. പ്രൈമറി കീ എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രൈമറി കീ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു കുട്ടിക്ക് കൊടുത്ത അഡ്മിഷൻ നമ്പർ മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവരുത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷൻ നമ്പർ കൊടുത്താൽ പിന്നെ വേറെ കുട്ടിക്ക് അതേ അഡ്മിഷൻ നമ്പർ നമ്മൾ ആ ടേബിളിൽ സ്റ്റോർ ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
പ്രൈമറി കീ. എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ നമ്പർ ഉണ്ടായിരിക്കണം. പക്ഷേ ഒരു കുട്ടിക്ക് കൊടുത്ത അഡ്മിഷൻ നമ്പർ മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ പ്രൈമറി കീ എന്ന് കൊടുക്കുന്നത്. എന്ത് കൊടുക്കുന്നത്, ഇതാ ഈ കൊടുത്തിരിക്കുന്നത് പ്രൈമറി കീ. ഒരാൾക്ക് കൊടുത്ത അഡ്മിഷൻ നമ്പർ മറ്റൊരു കുട്ടിക്ക് വരാൻ പാടില്ല. അതിനാണ് പ്രൈമറി കീ എന്ന് കൊടുത്തത്. ഓക്കെ, സോ നമുക്ക് വേണ്ട കമാൻഡ് വീണ്ടും പറയുന്നു. എന്താണ്, ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്. എന്തൊക്കെ വേണം, അഡ്മിഷൻ നമ്പർ ഇൻറ്റിജർ ആയിരിക്കണം, പ്രൈമറി കീ ആവണം. നെയിം എന്ന കോളത്തിൽ എന്താ ഉണ്ടാവേണ്ടത്, ക്യാരക്ടറാണ് ഉണ്ടാവേണ്ടത്. ക്യാരക്ടറാണ് വേണ്ടത്. വാർക്കാർ കൊടുക്കാൻ കാരണം ഓരോ കുട്ടിയുടെയും നെയിമിൻ്റെ സൈസ് എത്രയുണ്ടോ അത്രയും സൈസ് മാത്രം ഉപയോഗിക്കാനാണ്, ഡിസ്കിനകത്ത് അത്രയും സ്പേസ് മാത്രം ഉപയോഗിക്കാനാണ് വാർ ക്യാർ എന്ന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ക്യാർ എന്ന് കൊടുക്കാമായിരുന്നു. ഓക്കെ, മറ്റൊന്നാണ് എന്ത് പിന്നെ കോഴ്സ്. അടുത്ത കോളാണ് കോഴ്സ്. അത് ക്യാരക്ടറാണ്, 20 ക്യാരക്ടർ മാക്സിമം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്. ഇങ്ങനെയാണ് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. നമ്മളിതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള സൈഡ് കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മൾ സ്റ്റുഡൻ്റ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആക്സസറീസ് പോയി കഴിഞ്ഞാൽ, ഉബുണ്ടുവിനകത്ത് ആക്സസറീസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ എന്നുള്ളൊരു സംഭവം കിട്ടും. ടെർമിനലിനകത്ത് നമുക്ക് സുഡോ MySQL, സാധാരണഗതിയിൽ MySQL എന്നുള്ള ഡേറ്റാബേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റാബേസിൻ്റെ പേര് MySQL എന്നാണ്. എന്താണ്, MySQL DBMS ആണ്. ഇതൊരു DBMS ആണ്. DBMS ഇതൊരു RDBMS ആണ്, റിലേഷണൽ ഡേറ്റാബേസ്. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. കുറേ ടൈപ്പ് പിന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്. MySQL ഉണ്ട്, മറ്റൊന്നാണ് ഒറാക്കിൾ, മറ്റൊന്നാണ് MS Access. ഇങ്ങനെ കുറേ MySQLകളുണ്ട്. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന MySQL സോഫ്റ്റ്വെയർ RDBMS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന RDBMS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് MySQL എന്ന സോഫ്റ്റ്വെയറാണ്. സോ അതാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എടുത്തു കഴിഞ്ഞു. ഈ ടെർമിനൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാം, എവിടെ പോകണം, ആപ്ലിക്കേഷനകത്ത് ആക്സസറീസിൽ നമ്മൾ എവിടെ പോവുക, ടെർമിനൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ ടൈപ്പ് ചെയ്യേണ്ട MySQL -u root -p root 1 2 3 എന്ന് പറഞ്ഞാൽ എന്താ, ഈ ആദ്യം പറഞ്ഞ പാർട്ട് ഉണ്ടല്ലോ, ഇതിനകത്ത് ആദ്യം പറഞ്ഞ MySQL ആണ്, MySQ എന്നല്ല. സോ വി ഹാവ് ടു ഗീവ് MySQL -u root -p root 1 2 3. അപ്പോൾ ഈ കമാൻഡ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണേ. MySQL -u root -p root 1 2 3. ഒരു ഡേറ്റാബേസിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, അതിൻ്റെ യൂസർ നെയിം അറിഞ്ഞിരിക്കണം. എന്താണ്, യൂസർ നെയിം അറിഞ്ഞിരിക്കണം. മറ്റൊന്ന്, അതിൻ്റെ പാസ്വേഡ് അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്കൊരു ഡേറ്റാബേസിലേക്ക് RDBMS ലോഗിൻ ചെയ്യാം. സോ നമുക്ക് MySQLിലേക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ യൂസർ നെയിം പറഞ്ഞിരിക്കണം, അതിൻ്റെ പാസ്വേഡ് പറഞ്ഞിരിക്കണം. ആ യൂസർ നെയിം പറയാനുള്ള ഓപ്ഷനാണ് -uന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഇതിനെയാണ് നമ്മൾ യൂസർ നെയിം. നമ്മുടെ ഈ കേസിൽ യൂസർ നെയിം റൂട്ടാണ്. അതുപോലെ പാസ്വേഡ് എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിരിക്കുന്നത് root 1 2 3 എന്നാണ്. സോ -uന് ശേഷം കൊടുക്കുന്നത് യൂസർ നെയിമും -pക്ക് ശേഷം കൊടുക്കുന്നത് പാസ്വേഡും ആയിരിക്കും. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ മറ്റൊരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് സാധാരണ കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് സാധാരണ കൊടുക്കേണ്ടത്. എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ മറ്റൊരു രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കമാൻഡല്ല കൊടുക്കുന്നത്, മറിച്ച് വേറെ കമാൻഡ് എനിക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. സുഡോ MySQL എന്നുള്ള സംഭവം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡിഫാൾട്ട് യൂസർ നെയിം പാസ്വേഡായിട്ട് ലോഗിൻ ചെയ്യും. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. ഞാൻ MySQLിലേക്ക് ലോഗിൻ ചെയ്യുന്നു, പാസ്വേഡ് കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ MySQL എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കണം. എന്താ അറിയാം, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ഡേറ്റാബേസിലാണ് ആദ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു MySQL എന്ന RDBMSൽ നമുക്ക് എത്ര ഡേറ്റാബേസും ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ഡേറ്റാബേസ് 1 ക്രിയേറ്റ് ചെയ്യാം, ഡേറ്റാബേസ് 2 ക്രിയേറ്റ് ചെയ്യാം, ഡേറ്റാബേസ് 3 ക്രിയേറ്റ് ചെയ്യാം.
ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിപ്പോൾ സ്കൂളിൻ്റെ ഡേറ്റാബേസ്, ഇതിപ്പോൾ സ്കൂളിൽ ഉണ്ടാക്കുന്ന ഡേറ്റാബേസ്. പിന്നെ നമുക്ക് ബാങ്കിന് വേണമെങ്കിൽ ഒരു ഡേറ്റാബേസ് ഉണ്ടാകും, ബാങ്ക് ഡേറ്റാബേസ് DB. മറ്റൊന്ന് വേണമെങ്കിൽ റെയിൽവേക്ക് വേറെ ഡേറ്റാബേസ് ഉണ്ടാകും, റെയിൽവേ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരൊറ്റ RDBMS-ൽ, അതായത് MySQL പോലുള്ള ഒരു RDBMS-ൽ നമുക്ക് കുറേ ഡേറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാം. DB1, DB2, DB3 എന്ന് പറയുന്ന എത്ര വേണമെങ്കിലും ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഇനിയോ പിന്നെ കുറേ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഓരോ ഡേറ്റാബേസിലും ശ്രദ്ധിക്കുക, ഓരോ ഡേറ്റാബേസിലും നമുക്ക് കുറേ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ടേബിൾ 1, ടേബിൾ 2, ടേബിൾ 3 ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഡേറ്റാബേസിലും വേണമെങ്കിൽ ടേബിൾ 1, ടേബിൾ 2, ടേബിൾ 2, ടേബിൾ 3, ടേബിൾ 4 എത്രയും ക്രിയേറ്റ് ചെയ്യാം. ഈ ഡേറ്റാബേസിൽ നമുക്കെന്ത് ക്രിയേറ്റ് ചെയ്യാം, കുറേ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. MySQL എന്നൊരു സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. MySQL ഒരു RDBMS ആണ്. ഈ സോഫ്റ്റ്വെയർ, ഒരേ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് കുറേ ഡേറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് റെയിൽ DB ക്രിയേറ്റ് ചെയ്യാം, സ്കൂൾ DB ക്രിയേറ്റ് ചെയ്യാം, അല്ലേ? ദെൻ ബാങ്ക് DB ക്രിയേറ്റ് ചെയ്യാം. ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച്, ബാങ്ക് ആപ്ലിക്കേഷൻസ് ഒന്നിലധികം ഡേറ്റാബേസ് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഓരോ ഡേറ്റാബേസിനകത്ത് നമുക്ക് ഒന്നിലധികം ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ റെയിൽവേയിലാണെങ്കിൽ ബുക്കിംഗ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റമർ എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലേ? അങ്ങനെ കുറേ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. സ്കൂൾ DB ആണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ടീച്ചർ എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലേ? അങ്ങനെ കുറേ ടേബിൾ. ബാങ്കിലാണെങ്കിൽ കസ്റ്റമർ എന്നുള്ള ടേബിൾ, അക്കൗണ്ട്സ്, അങ്ങനെ കുറേ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയാം, നമ്മൾ MySQL-ലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ഡേറ്റാബേസാണ്. ആദ്യം ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഡേറ്റാബേസിനകത്ത് നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളും ചെയ്യാൻ പോകുന്നത് ഇതാണ്. ആദ്യം നമ്മൾ സ്കൂൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഒരു സ്കൂൾ DB ക്രിയേറ്റ് ചെയ്യും. സ്കൂൾ DBക്കകത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഡേറ്റാബേസ് ആയിരിക്കും, ഇത് ടേബിൾ ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യും, സ്കൂൾ DB ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ഡേറ്റാബേസിനകത്ത് നമ്മളൊരു സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ഡേറ്റാബേസാണ്. അതിനുള്ള കമാൻഡ് തൽക്കാലം ഓർത്തിരിക്കുക. ഇത് നമുക്ക് ഇപ്പോൾ പഠിക്കാനില്ല, ശരിക്കും നമുക്ക് പഠിക്കാനുള്ള കമാൻഡാണ്. ക്രിയേറ്റ് ഡേറ്റാബേസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യും, സ്കൂൾ DB, അതാണല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇത് ക്രിയേറ്റ് ചെയ്യും. സ്കൂൾ DB എന്നുള്ള ഈ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ അതിനുള്ള കമാൻഡ് ഇതാണ്. എന്താണ് ശ്രദ്ധിക്കുക, എന്താണ് ക്രിയേറ്റ് ഡേറ്റാബേസ്. എന്താണോ ഡേറ്റാബേസിൻ്റെ പേര് അത് കൊടുക്കുക, അവസാനം ഒരു സെമിക്കോളൻ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ കണ്ടോ ക്വറി ഓക്കെ എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്ത ക്വറി ഓക്കെ ആണ്, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് ആ ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്കൂൾ DB എന്ന ഡേറ്റാബേസ് ഈ സോഫ്റ്റ്വെയറിനകത്ത് ക്രിയേറ്റ് ചെയ്തണമെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു കമാൻഡ് ഉണ്ട്, ഷോ ഡേറ്റാബേസസ് എന്ന കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഡേറ്റാബേസും കാണാം. ഇതിനകത്ത് കുറേ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാങ്ക് DB, EMB DB, അങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന സ്കൂൾ DB. ഓക്കെ, ഇപ്പോൾ പുതിയ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കമാൻഡ് യൂസ് ചെയ്ത്, ക്രിയേറ്റ് ഡേറ്റാബേസ്. പിന്നെ എന്താണോ ഡേറ്റാബേസിൻ്റെ പേര്, സ്കൂൾ DB ആണെങ്കിൽ സ്കൂൾ DB, ബാങ്ക് DB ആണെങ്കിൽ ബാങ്ക് DB എന്ന് കൊടുത്താൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ആവും. നമ്മൾ കൊടുത്ത ക്വറി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വറി ഓക്കെ എന്നുള്ള കമാൻഡ് വരും. അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്താൽ ശരിയാണ്. ഇനി നമ്മൾ കൊടുത്ത ഡേറ്റാബേസ് ഉണ്ടോ എന്നറിയണമെങ്കിൽ ഷോ ഡേറ്റാബേസസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഇതുവരെ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഡേറ്റാബേസും കാണിക്കും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്കൂൾ DB ഇതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇതിനകത്ത് കുറേ ഡേറ്റാബേസ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഏത് ഡേറ്റാബേസാണ് ഉപയോഗിക്കേണ്ടത്, സ്കൂൾ DB ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത കമാൻഡ് കൊടുക്കണം, യൂസ് സ്കൂൾ DB എന്നുള്ള കമാൻഡ് കൊടുക്കണം, യൂസ് സ്കൂൾ DB. അപ്പോൾ നമ്മൾ ഏത് ഡേറ്റാബേസിലെത്തും, ഡേറ്റാബേസ് ചേഞ്ച്ഡ് എന്നുള്ള മെസ്സേജ് ഇവിടെ കണ്ടല്ലോ, ഡേറ്റാബേസ് ചേഞ്ച്ഡ്. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്കൂൾ DB എന്ന ഡേറ്റാബേസിലെ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ടേബിൾസും എവിടെ ഉണ്ടാവുക,
ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ടേബിൾസും സ്കൂൾ ഡി ബിക്കകത്ത് ഉണ്ടാവാം. നമ്മൾ സ്കൂൾ ഡി ബിയിൽ എത്തിക്കഴിഞ്ഞു അല്ലേ, ഇവിടെ സ്കൂൾ ഡി ബിയിൽ എത്തിക്കഴിഞ്ഞു. യൂസ് സ്കൂൾ ഡി ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് എവിടെ എത്തും, സ്കൂൾ ഡി ബി എന്ന ഡാറ്റാബേസിലെത്തും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ടേബിൾസും എവിടെ ഉണ്ടാവുക, ഈ സ്കൂൾ ഡി ബിക്കകത്ത് ഉണ്ടാവുക. ഈ സ്കൂൾ ഡി ബിക്കകത്ത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, സ്റ്റുഡൻറ്റ് എന്നുള്ള ഡാറ്റാബേസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്കറിയാം എന്തൊക്കെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലേ. എന്തൊക്കെയാണ്, അതിന് അഡ്മിഷൻ നമ്പർ കൊടുക്കണം അല്ലേ, അതുപോലെ നെയിം കൊടുക്കണം, കോഴ്സ് കൊടുക്കണം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ കമാൻഡ് എങ്ങനെ കൊടുക്കേണ്ടത് നമുക്കറിയാം, എങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നു. എന്തായിരുന്നു കമാൻഡ്, ഇതാണ് കമാൻഡ്, ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്, എന്നിട്ട് ബ്രേക്കറ്റ് ഇടുക, അഡ്മിഷൻ നമ്പർ ഇൻറ്റിജറാണ്, അത് പ്രൈമറി കീ ആയിരിക്കണം. പിന്നെ ഒരു കുട്ടിക്ക് കൊടുത്താൽ പിന്നെ അഡ്മിഷൻ വേറെ കുട്ടി കിട്ടാതിരിക്കാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പ്രൈമറി കീ. പിന്നെ എന്ത് വേണം, നെയിം വേണം. നെയിം വാർ ക്യാർ 20 അല്ലെങ്കിൽ 30 എന്ന് കൊടുക്കും, മാക്സിമം 30 ക്യാരക്ടർ നെയിം. പിന്നെ കോഴ്സ് അല്ലേ, കോഴ്സ് വാർ ക്യാർ തന്നെ ക്യാരക്ടറാണ്, മാക്സിമം 20 ക്യാരക്ടർ കോഴ്സ്. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് DOB ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അവസാനം നമ്മളൊരു ബ്രേക്കറ്റ് ക്ലോസ് ചെയ്യും. ഈ സ്റ്റാർട്ട് ചെയ്ത ഈ ബ്രേക്കറ്റ് ഇല്ലേ, ഈ സ്റ്റാർട്ട് ചെയ്ത ബ്രേക്കറ്റ്, ഈ ബ്രേക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവസാനം ഇവിടെ ക്ലോസ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ഒരു സെമി കോളൻ കൊടുക്കണം. സോ ദിസ് ഇസ് ദ കമാൻഡ്. ഈ കമാൻഡാണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് നോക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ക്രിയേറ്റ് ടേബിൾ. എന്താണ്, ഞാനിതൊന്ന് വലുതാക്കുന്നത്, സ്ക്രീൻ സൈസ് ഒന്ന് കൂട്ടുന്നു. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്. പിന്നെ എന്താ കൊടുക്കുന്നത്, അഡ്മിഷൻ ADM നമ്പർ, അഡ്മിഷൻ നമ്പർ ഷോർട്ടായിട്ട് എഴുതിയതാണ്. ഇൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റിജർ എന്ന് കൊടുക്കാം. ഇൻറ്റിജർ. പ്രൈമറി മേരി എന്നാണ് പറയുക കേട്ടോ, പ്രൈമറി അല്ല പ്രൈമറി, മേരി എന്ന് ഓർക്കണം, കാരണം പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. പ്രൈമറി കഴിഞ്ഞാൽ സ്പേസ് ഇട്ടിട്ട് കീ എന്ന് കൊടുക്കുക, പ്രൈമറി കീ. ഓക്കെ. ദെൻ അടുത്തത് നെയിം. എന്താണ്, ഡേറ്റ ടൈപ്പ് വാർ ക്യാർ 30 എന്ന് കൊടുത്തു അല്ലേ. ദെൻ അതിന് ശേഷം എന്ത് കൊടുക്കും, കോഴ്സ് COURSE കോഴ്സ് നമ്മൾ 20 എന്ന് കൊടുത്തു. ദെൻ എന്ത് കൊടുക്കണം, കോഴ്സ്. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് DOB അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഡേറ്റ് എന്ന് കൊടുക്കണം. ഓക്കെ. അവസാനം ഒരു സെമി കോളൻ കൊടുക്കുക, നമ്മൾ എൻ്റർ അടിക്കുക. അപ്പോൾ ഈ കമാൻഡിൽ നമ്മൾ കൊടുത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാൻ ആ കമാൻഡ് നമുക്ക് വീണ്ടും എടുക്കാം. ഈ ആരോ കീ പ്രസ് ചെയ്താൽ മതി, കീബോർഡിലെ താഴോട്ട് മുകളിലോട്ടുള്ള ആരോ കീ പ്രസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും എവിടെയോ ഒരു പ്രശ്നം ഞാൻ വന്നിട്ടുണ്ട്. അഡ്മിഷൻ നമ്പർ നോക്കാം, ഇവിടെ നിയർ 20, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. കോഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന കോഴ്സിൻ്റെ ഞാൻ ഡേറ്റ ടൈപ്പ് പറയാൻ വിട്ടുപോയി അല്ലേ. ഇവിടെ എന്ത് കൊടുക്കണം, വാർ ക്യാർ 20 എന്ന് കൊടുക്കണം. അപ്പം എന്താ കൊടുത്തിരിക്കുന്ന കമാൻഡ്സ് നോക്ക്. എന്താ കമാൻഡ്, ക്രിയേറ്റ് ടേബിൾ അല്ലേ, ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്, ബ്രേക്കറ്റ് ഇട്ടു അല്ലേ. പിന്നെ എന്താ പറയുന്നത്, ഏതൊക്കെ കോളംസ്, അഡ്മിഷൻ നമ്പർ ഇൻറ്റിജർ പ്രൈമറി കീ, നെയിം വാർ ക്യാർ 30, കോഴ്സ് വാർ ക്യാർ 20, ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, കൊറി ഓക്കെ എന്ന് വന്നു കഴിഞ്ഞു അല്ലേ. ഇവിടെ എന്താ വന്നിരിക്കുന്നത് നോക്ക്, കൊറി ഓക്കെ. അതിൻ്റെ അർത്ഥം നമ്മൾ കൊറി ഓക്കെ ആണ്, ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്ക് ഷോ ടേബിൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, എന്താണ് ഷോ ടേബിൾസ് എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ടേബിൾ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായി. ഏത് ടേബിളാണുള്ളത്, സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം ടേബിൾസ് ഇൻ സ്കൂൾ ഡി ബി എന്ന ഡാറ്റാബേസിൽ നമ്മൾ ഉണ്ടാക്കിയ ടേബിൾസിൽ ഒറ്റ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് സ്റ്റുഡൻറ്റ്. ഇനി ആ സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിളിൻ്റെ സ്ട്രക്ചർ നമുക്കറിയണം. എന്തൊക്കെ കോളംസ് ആണ് അതിലുള്ളത് നമുക്കറിയാം. അതിനകത്തുള്ള അഡ്മിഷൻ നമ്പർ ഉണ്ട്, പിന്നെ നെയിം ഉണ്ട്, കോഴ്സ് ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തത് ഇന്ന് ഇത് ക്ലോസ് ചെയ്ത് പോയി, നാളെ വരുമ്പോൾ നമുക്കറിയില്ല എന്തൊക്കെയാണ് സ്റ്റുഡൻറ്റ് ടേബിളിലുള്ള ഫീൽഡുകൾ, ഏതൊക്കെയാണ് കോളംസ് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡെസ്ക് എന്ന് കൊടുക്കുക. എന്താണ് ഡെസ്ക് പറഞ്ഞാൽ ഡിസ്ക്രൈബ് എന്നതിൻ്റെ അർത്ഥം. ഡിസ്ക്രൈബ് സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ കോളംസ് ഉള്ളതെന്ന് മനസ്സിലാവും. ഇപ്പോൾ കണ്ടോ, ഡെസ്ക് സ്റ്റുഡൻറ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തു. എന്താ കമാൻഡ് കൊടുത്തത്, ഡെസ്ക് ഫോർ ഡിസ്ക്രൈബ്
സ്റ്റുഡൻറ്റ് എന്നാൽ എന്തൊക്കെ കിട്ടും, അതിൻ്റെ ഫീൽഡുകൾ കിട്ടും. എന്താ ഉള്ളത്, അഡ്മിഷൻ നമ്പർ ഉണ്ട്, അതിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്, അത് ഇവിടെ കാണാം. പ്രൈ എന്ന് കണ്ട അതിൻ്റെ അർത്ഥം അത് പ്രൈമറി കീ ആണ്. നെയിം എന്ന കോളം ഉണ്ട്, അത് ക്യാരക്ടറാണ്, വാർക്യാർ 30 ആണ്. കോഴ്സ് ഉണ്ട്, കോഴ്സ് വാർക്യാർ മാക്സിമം 20 ക്യാരക്ടർ. മറ്റൊരു കോളാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു കോളുണ്ട്, അത് ഡേറ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. നമുക്ക് ഏത് ടേബിൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ്, ക്രിയേറ്റ് ടേബിൾ എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുക. ഏത് ടേബിളാണോ അത് വേണ്ടത് അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് മറ്റൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, ടീച്ചർ എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്രിയേറ്റ് ടേബിൾ. ടേബിളിൻ്റെ പേരെന്താ, ടീച്ചർ എന്നുള്ള പേര്, ടീച്ചർ. എന്നിട്ട് ടീച്ചർ TID എന്ന് കൊടുക്കുക, ടീച്ചർ ID. അതൊരു ഇൻറ്റിജറാണ്, ഒരു നമ്പറാണ്, ഇൻറ്റിജർ. വേണമെങ്കിൽ പ്രൈമറി കീ എന്ന് കൊടുക്കാം, പ്രൈമറി കീ എന്ന് കൊടുക്കാം അല്ലേ. ടീച്ചർ പ്രൈമറി കീ. ടീച്ചർക്ക് നെയിം ഉണ്ടാകും, സോ നെയിം ക്യാരക്ടർ ആയിരിക്കും. സോ വി ക്യാൻ സേ വാർക്യാർ സം 35 അല്ലേ കൊടുക്കാം. പിന്നെ ടീച്ചർക്ക് പിന്നെ വേണമെങ്കിൽ ടീച്ചറെ സാലറി എന്നുള്ളൊരു കോളുണ്ട്, സാലറി അത് എന്തായിരിക്കും, സാലറി ഡെസിമൽ ആയിരിക്കും അല്ലേ, ഡെസിമൽ 10,2 എന്നൊക്കെ കൊടുക്കാം, ഡേറ്റ ടൈപ്പ്. ഓക്കെ, അതിനകത്ത് ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, കറക്റ്റ് ചെയ്യാം. ടീച്ചർ TID ഇൻറ്റിജർ എന്ന് കൊടുത്ത് ഞാൻ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, ഇൻറ്റിജർ പ്രൈമറിക്ക്. ഇപ്പോൾ ഓക്കെ ആയിരിക്കും. വേണ്ടോ, ടീച്ചർ എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊറി ഓക്കെ എന്ന് വന്നു കഴിഞ്ഞു അല്ലേ, കൊറി ഓക്കെ ആണ്. ഇനി നമ്മൾ വീണ്ടും ഷോ ടേബിൾസ് എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ 2 ടേബിൾ ഇതിനകത്ത് ഉണ്ടാവും. സ്കൂൾ DBക്കകത്ത് എത്ര ടേബിൾ ഉണ്ട്, സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ടീച്ചർ എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ടീച്ചറിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഡെസ്ക് ടീച്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഡെസ്ക് എന്താണ് ടീച്ചർ ടേബിളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചർ എന്ന ടേബിളിൽ എന്തൊക്കെ കോളംസ് ഉണ്ട്, TID ഉണ്ട്, ഇൻറ്റിജർ ആണ് അല്ലേ, നെയിം ഉണ്ട്, വാർക്യാർ 35 ആണ്, സാലറി ഉണ്ട്, ഡെസിമലാണ്. അപ്പോൾ 3 കോളംസ് ഉള്ള ടീച്ചർക്കൊരു ID, ഒരു നമ്പർ കൊടുക്കും, ടീച്ചർക്കൊരു നെയിം ഉണ്ടാവും, ടീച്ചർക്ക് സാലറി ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ കമാൻഡ് ഡിസ്കസ് ചെയ്തു, നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്രിയേറ്റ് ടേബിൾ കമാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കറിയാം എന്താണ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. കമാൻഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡ്രോപ്പ് ടേബിൾ കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ടു റിമൂവ് എ ടേബിൾ ഫ്രം ഡേറ്റാബേസ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡേറ്റാബേസിലെ ടേബിളിനെ റിമൂവ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് ടീച്ചർ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ. നമുക്കറിയാം ഷോ ടേബിൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 2 ടേബിളുണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്, ടീച്ചറുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ട, ടീച്ചർ ടേബിൾ വേണ്ടാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട രണ്ടാമത്തെ DDL കമാൻഡാണ് ഡ്രോപ്പ് ടേബിൾ കമാൻഡ്. ഏതാണ് ഡ്രോപ്പ് ടേബിൾ കമാൻഡ്. ഡ്രോപ്പ് ടേബിൾ കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒരു ഡേറ്റാബേസിൽ നിന്ന് ഒരു ടേബിൾ റിമൂവ് ചെയ്യാൻ. ടു റിമൂവ് എ ടേബിൾ ഫ്രം ഡേറ്റാബേസ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ടീച്ചർ ടേബിൾ വേണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് 2 ടേബിൾ ഉണ്ട് ഇപ്പോൾ അല്ലേ, 2 ടേബിൾ ഉണ്ട്. നമ്മളെ കേസിൽ 2 ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് ടേബിൾ ഉണ്ട് അല്ലേ, ഒരു ടീച്ചർ ടേബിൾ ഉണ്ട്. നമുക്ക് ടീച്ചർ ടേബിളിനെ റിമൂവ് ചെയ്യണം. സോ ഹൗ ഡു വി ഡു ദാറ്റ്? സോ യു ക്യാൻ സേ ഡ്രോപ്പ് ടേബിൾ ടീച്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഒരു സെമിക്കോളൻ, അവസാന സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിൾ റിമൂവ് ആകും. അപ്പോൾ അതിനുള്ള കമാൻഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. അവിടെ ഡ്രോപ്പ് ടേബിൾ ടീച്ചർ എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, കൊറി ഓക്കെ ആണ് അല്ലേ, നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താണ് കൊറി, ഇവിടെ യു ക്യാൻ സീ ദിസ്, കൊറി ഓക്കെ അല്ലേ, കൊറി ഓക്കെ ആണ്. അതുകൊണ്ട് കൊറി എക്സിക്യൂട്ട് ചെയ്ത്. ഇനി നമ്മൾ ഷോ ടേബിൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചറെ കാണുമോ, ഇല്ല. ഷോ ടേബിൾസ് എന്ന് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, സ്റ്റുഡൻ്റ് എന്നുള്ള ഒറ്റ ടേബിളേ ഉള്ളൂ സ്കൂൾ DBക്കകത്ത്. 2 ടേബിൾ ഉണ്ടായിരുന്നു നേരത്തെ. എന്തൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റുഡൻറ്റും ഉണ്ടായിരുന്നു, ടീച്ചർ ഉണ്ടായിരുന്നു. ഏത് ഡേറ്റാബേസിനകത്ത്, സ്കൂൾ DBക്കകത്ത്. അതിനുശേഷം നമ്മൾ ഏത് കുറി അപ്ലൈ ചെയ്തു, ഡ്രോപ്പ് ടേബിൾ ടീച്ചർ എന്നാൽ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തു, DDL കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ടീച്ചർ എന്ന ടേബിളിനെ ഡ്രോപ്പ് ചെയ്യണം, ഡേറ്റാബേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊറി ഓക്കെ ആയി, എക്സിക്യൂട്ട് ചെയ്തു, കൊറി ഓക്കെ ആയി അല്ലേ.
അപ്പോൾ എന്ത് സംഭവിച്ചു, പിന്നെ നമ്മൾ ഷോ ടേബിൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്കൂൾ ഡി ബിക്കകത്ത് പിന്നെ നേരത്തെ കാണിച്ച പോലെ 2 ടേബിൾസ് ഇല്ല, മറിച്ച് ആര് മാത്രമേ ഉള്ളൂ, സ്റ്റുഡൻറ്റേ ഉള്ളൂ. ടീച്ചർ റിമൂവ് ആയി, ഡ്രോപ്പായി. ഓക്കെ, സോ ദാറ്റ്സ് സെക്കൻഡ് DDL കമാൻഡ്. അപ്പം ഇനി സ്റ്റുഡൻറ്റിനെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഏത് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, സ്റ്റുഡൻറ്റ് എന്ന ടേബിൾ ഡ്രോപ്പ് ആവും. തൽക്കാലം ഞങ്ങൾ കളയില്ല, കാരണം നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് അറിയാം, നമ്മൾ ഡിസ്കഷൻ എവിടെ എത്തി, നമ്മൾ DDL കമാൻഡ്സ് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് DDL കമാൻഡ്സ് രണ്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞു. ആ ക്രിയേറ്റ് ചെയ്ത ടേബിൾ വേണ്ടെങ്കിൽ എങ്ങനെ അതിനെ ഒഴിവാക്കാം, റിമൂവ് ചെയ്യാം, ഡ്രോപ്പ് ടേബിൾ കമാൻഡ്. സോ ക്രിയേറ്റ് ടേബിൾ കമാൻഡ്, ഡ്രോപ്പ് ടേബിൾ കമാൻഡ്, ഈ 2 DDL കമാൻഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DML കമാൻഡ്സ് ആണ്. എന്താണ് DML കമാൻഡ്സ്? DML കമാൻഡ്സ് നമുക്ക് 4 ഉണ്ട്. സെലക്ട് ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ട് കമാൻഡാണ്. അതായത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ, നമ്മൾ എന്ത് ചെയ്തു, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ സ്കൂൾ DB എന്ന ഡേറ്റാബേസിനകത്ത് എന്താണ്, സ്കൂൾ DB എന്ന ഡേറ്റാബേസിനകത്ത് നമ്മൾ സ്റ്റുഡൻറ്റ് എന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, സ്റ്റുഡൻറ്റ് എന്ന ടേബിൾ. ഇനി ഇതിനകത്ത് കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇൻസേർട്ട് ചെയ്യണം അല്ലേ, ഓരോ കുട്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടേബിളിനകത്ത് ഇൻസേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടേബിളിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യണം. സോ ഈ സ്റ്റുഡൻറ്റ് എന്ന ടേബിളിലേക്ക് ശ്രദ്ധിക്കുക, സ്റ്റുഡൻറ്റ് എന്ന ടേബിളിലേക്ക് എങ്ങനെയാണ് റെക്കോർഡ്സ് ആഡ് ചെയ്യാം, ആ റെക്കോർഡ്സ് ആഡ് ചെയ്യാനുള്ള കമാൻഡാണ് ഇൻസേർട്ട് കമാൻഡ്. അപ്പോൾ വിൽ ഡിസ്കസ് വൺ ബൈ വൺ. ആദ്യം നമ്മൾ ഡിസ്കസ് ഇൻസേർട്ട് കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടു ഇൻസേർട്ട് ഓർ ആഡ് റെക്കോർഡ്സ് ടു എ ടേബിൾ. ടേബിളിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യണം. ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാലോ, നമുക്ക് ടേബിൾ, നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ ഉണ്ടാക്കി വെച്ചു, സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, സ്റ്റുഡൻറ്റ്. അതിനകത്ത് നമുക്കുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നും പറഞ്ഞു, എന്തൊക്കെയാണ് വേണമെന്ന് പറഞ്ഞു അല്ലേ, അഡ്മിഷൻ നമ്പർ വേണം അല്ലേ, നെയിം വേണം, കോഴ്സ് വേണം, ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ടേബിളിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു വെച്ചേ ഉള്ളൂ. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് കൊണ്ട് ചെയ്തത്. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തേക്ക് നമ്മൾ സ്റ്റുഡൻസിനെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഉദാഹരണമായിട്ട് 101 സച്ചിൻ അല്ലേ, സയൻസ്, 2002 102, അടുത്ത റെക്കോർഡ് 102 ഹാരിസ്. ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം, ഡേറ്റ റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യണം. അതിന് റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യാനുള്ള കമാൻഡാണ് ഇൻസേർട്ട് കമാൻഡ്. എന്താണ് ഇൻസേർട്ട് കമാൻഡ്? ഇൻസേർട്ട് കമാൻഡ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അതിനുള്ള കമാൻഡ് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ഇൻസേർട്ട് ടേബിൾ അല്ല, ഇൻസേർട്ട് ഇൻറ്റു എന്താണ്, ഇൻസേർട്ട് ഇൻറ്റു ഏതാണോ ടേബിൾ അത്, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ്, ടീച്ചർ ആണെങ്കിൽ ടീച്ചർ. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്, എന്നിട്ട് ഏതൊക്കെ കോളംസ് എന്ന് പറയാം, അഡ്മിഷൻ നമ്പർ കോമ നെയിം എന്ന കോളമുണ്ട്, കോഴ്സ് എന്ന കോളമുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന കോളമുണ്ട്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ശേഷം പറയുക, എന്താണ് പറയേണ്ടത്, വാല്യൂസ്. എന്തൊക്കെയാണ് വാല്യൂസ്, 101 സച്ചിൻ സയൻസ് 1/1/2002 ഇങ്ങനെ പറയണം. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇവിടെ കാണിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻറ്റ് ടേബിളിലേക്ക് ആദ്യത്തെ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുക. കമാൻഡ് ഈസ് ഇൻസേർട്ട് ഇൻറ്റു. എന്താ കമാൻഡ്, ഇൻസേർട്ട് ഇൻറ്റു. ഓൺ ടു എന്നല്ല, ഇൻസേർട്ട് ഇൻറ്റു എന്ന കമാൻഡ് കേട്ടോ. എന്നിട്ട് പിന്നെ ടേബിൾ നെയിം, അതായത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ്, ടീച്ചറാണെങ്കിൽ ടീച്ചർ. എന്നിട്ട് ഏതൊക്കെ കോളംസാണ് ഉള്ളത്, ഏതൊക്കെയുള്ളത്, അഡ്മിഷൻ നമ്പർ ഉണ്ട് അല്ലേ, പിന്നെ എന്താ കോളം, സ്റ്റുഡൻറ്റ് നെയിം ഉണ്ട്, പിന്നെ എന്താണ്, സ്റ്റുഡൻറ്റിന് കോഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത്രയും കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യണം. ബ്രേക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ വാല്യൂസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. വാല്യൂസ് എന്താണ്, 101 അഡ്മിഷൻ നമ്പർ 101 എന്ന കുട്ടിയുടെ പേര് സിംഗിൾ കോട്ടിനകത്ത് സച്ചിൻ, അങ്ങനെ കൊടുക്കണം. സിംഗിൾ കോട്ടിനകത്ത് സച്ചിൻ എന്ന് കൊടുക്കാം. ഈ ടെക്സ്റ്റ് വാല്യൂ ഒക്കെ സിംഗിൾ കോട്ടിനകത്ത് കൊടുക്കണം. പിന്നെ അടുത്തത് എന്താ, അഡ്മിഷൻ നമ്പർ കഴിഞ്ഞാൽ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യം നോക്കുക. ആദ്യം നമ്മൾ എന്താ കൊടുത്തത്, അഡ്മിഷൻ നമ്പർ 101, ദെൻ നെയിം സച്ചിൻ അല്ലേ, ഇനി കോഴ്സ് കൊടുക്കണം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. കോഴ്സ് സയൻസ് ആണെങ്കിൽ സയൻസ് എന്ന് കൊടുക്കുക. ടെക്സ്റ്റ് വാല്യൂക്ക് സിംഗിൾ കോട്ടിന് കൊടുക്കണം. അതേപോലെ ഡേറ്റ് ആണെങ്കിലും സിംഗിൾ കോട്ടിനകത്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് 2000 എന്നാണെങ്കിൽ 2000 എന്നാണെങ്കിൽ ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്, മറിച്ച് ആദ്യം ഇയർ കൊടുക്കണം അല്ലേ. ആദ്യം എന്ത് കൊടുക്കണം? ഇയർ 2000 ഹൈഫൺ ആണെങ്കിൽ ഹൈഫൺ, ദെൻ 01 മന്ത്, ദെൻ ഡേ ആണെങ്കിൽ 01 തന്നെയാണെങ്കിൽ 01 11/2000 ജനിച്ചയാൾ. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റർ അടിക്കാം. നമുക്ക് എൻ്റർ അടിക്കാം. കൊറി ഓക്കെ എന്ന് കണ്ടു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് കൊറി ഓക്കെ, നമ്മൾ ചെയ്ത കൊറി ഓക്കെ. അതായത് സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൽ ഈ 101 സച്ചിൻ സയൻസ് 1/1/2000 എന്നുള്ള ഡേറ്റ ഇൻസേർട്ട് ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അത് വർക്ക് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ സെലക്ട് കമാൻഡ് ഉപയോഗിച്ചാൽ മതി. ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചാൽ മതി, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റിനകത്ത് ഉള്ള ഡീറ്റെയിൽസൊക്കെ ഡിസ്പ്ലേ ചെയ്യാനാണ് സെലക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ടേബിളിനകത്തുള്ള എല്ലാ റെക്കോർഡ്സും ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ഏത് കമാൻഡ് കൊടുത്തത്? ഇത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത റെക്കോർഡ് ഇത് കണ്ടോ, 101 സച്ചിന് സയൻസ് 2001 കണ്ടു. ശരിയല്ലേ? ഇനി നമുക്ക് മറ്റൊരു കുട്ടീനെ ഇൻസേർട്ട് ചെയ്യണം, ഹാരിസിന് ഇൻസേർട്ട് ചെയ്യണം. എന്താ കമാൻഡ്? ഇൻസേർട്ട് ഇൻറ്റു എന്താണ്? സ്റ്റുഡൻറ്റ്. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്, അഡ്മിഷൻ നമ്പർ, ADM നമ്പർ, കോമ, എന്താണോ കോളത്തിന് പേര് കൊടുത്തത് അതിനെ കൊടുക്കണേ. ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയാണോ കോളത്തിന് പേര് കൊടുത്തത് അത് അതേപോലെ ടൈപ്പ് ചെയ്യണം. ദെൻ കോഴ്സ് അല്ലേ, കോഴ്സ്, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് പറയണം ഈ കോളത്തിലേക്കുള്ള. അഡ്മിഷൻ നമ്പർ നമ്മൾ 102 എന്ന് കൊടുത്തു. കുട്ടിയുടെ പേര് ഹാരിസ് എന്ന് കൊടുത്തു, ഹാരിസ്. ടെക്സ്റ്റ് വാല്യൂക്ക് സിംഗിൾ കോട്ട് കൊടുക്കണേ. കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിയാണ്, സോ കൊമേഴ്സ് അല്ലേ. പിന്നെ എന്താണ്? ഡേറ്റ് ഓഫ് ബർത്ത്. അത് നമ്മളെന്ത് കൊടുക്കണം? 2001 02 ആണെങ്കിൽ 02 ഏതാണോ ഡേറ്റ് കൊടുക്കുക കേട്ടോ. ഞാനിങ്ങനെ ഒരു ഡേറ്റ് കൊടുത്തതന്നേ ഉള്ളൂ. അവസാനം ബ്രേക്കറ്റ് ക്ലോസ് ചെയ്ത് സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ കൊറി ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞു അല്ലേ. കൊറി ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇത് ഓക്കെയാണ്. ഇപ്പോൾ രണ്ടാമത്തെ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ വീണ്ടും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ഇത് കണ്ടോ, ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 റെക്കോർഡ് കാണാൻ പറ്റും. കണ്ടോ, വി ഹാവ് 2 റെക്കോർഡ്സ്. അപ്പോൾ 2 ഇൻസേർട്ട് കമാൻഡ് വർക്ക്. നമ്മൾ ഏത് കമാൻഡ് ഡിസ്കസ് ചെയ്യുന്നത്? ഇൻസേർട്ട് കമാൻഡ്. ഇൻസേർട്ട് കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത് ഒരു ടേബിളിലേക്ക് റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ. ഇൻസേർട്ട് ചെയ്യാണ്. ഏത് കമാൻഡാണ്? ഇൻസേർട്ട് ഇൻറ്റു ഏത് ടേബിളിലേക്കാണ്? സ്റ്റുഡൻറ്റ് ടേബിൾ. ഏതൊക്കെ കോളാണ്? ബ്രേക്കറ്റ് കോളൻ നമ്പർ പറയാം, അഡ്മിഷൻ നമ്പർ, കോമ, നെയിം, കോമ, കോഴ്സ്, കോമ, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്. ഇനി അതിനകത്തേക്കുള്ള വാല്യൂസ് കൊടുക്കുക. എന്താണ്? ഏതൊക്കെയാണ് വാല്യൂസ് എന്നിട്ട് ബ്രേക്കറ്റ് ഇട്ട് കൊടുക്കുക. 103 എന്ന് കൊടുക്കുക. നെയിം എന്താണ്? ജോൺ എന്ന് കൊടുക്കുക, ജോൺ എന്ന് കൊടുത്തു. കോഴ്സ് ഹ്യൂമാനിറ്റീസ് എന്ന് കൊടുത്തു, ഹ്യൂമാനിറ്റീസ്. ദെൻ ഡേറ്റ് നമ്മൾ 2002 04/02 എന്ന് കൊടുത്തു. ഓക്കെ, ഏപ്രിൽ മാസം 2-ാം തീയതി 2002 ജനിച്ചു. ഓക്കെ, കൊടുത്തു കഴിഞ്ഞു. എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ കൊടുത്തില്ല, അതാണ് മിസ്റ്റേക്ക് വന്നത്. അഡ്മിഷൻ നമ്പറിനെ ആ കോളം ടൈപ്പ് ചെയ്തപ്പോൾ AD നമ്പർ എന്ന് കൊടുത്തു, ADM നമ്പർ എന്നാണ് ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തത്. അപ്പോൾ ശരിക്കും ആ കോളം ഒക്കെ അതേ അക്ഷരം തെറ്റില്ലാതെ കൊടുക്കുക എങ്കിലേ റിസീവ് ചെയ്യുള്ളൂ. കൊറി ഓക്കെ ആയി. ഇനി നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്താൽ നമ്മളെ 3 റെക്കോർഡും സ്റ്റുഡൻറ്റ് എന്ന ടേബിളിലുള്ള എല്ലാ റെക്കോർഡ്സും 101 സച്ചിൻ സയൻസ്, 102 ഹാരിസ് കൊമേഴ്സ് അല്ലേ, 103 ജോൺ ഹ്യൂമാനിറ്റീസ് എന്നുള്ള കാര്യങ്ങൾ വന്നു. സോ ഇൻസേർട്ട് കമാൻഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? അപ്പോൾ എങ്ങനെയാണ് ഡാറ്റാബേസിലേക്ക് അല്ലെങ്കിൽ ടേബിളിലേക്ക് റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നത് സെലക്ട് കമാൻഡാണ്. അപ്പോൾ സെലക്ട് കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്ത് കാണാൻ പറ്റും? ടേബിൾസിലുള്ള ഡാറ്റ കിട്ടും, ടേബിൾസിനകത്തുള്ള ഡാറ്റ കിട്ടും. ഉദാഹരണമായിട്ട് സെലക്ട് കമാൻഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെലക്ട് കമാൻഡ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെലക്ട് കമാൻഡ്. സെലക്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു റിട്രീവ് റെക്കോർഡ്സ്
ഫ്രം എ ടേബിൾ. ഒരു ടേബിളിൽ നിന്ന് റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യാനാണ്, ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പിന്നെ നമ്മുടെ സെലക്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെലക്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം, ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ എക്സാമ്പിളിലൂടെ അങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ആദ്യം അതിൻ്റെ ജസ്റ്റ് ബേസിക് കാര്യം ഒന്ന് പറയാം, എന്നിട്ട് എക്സാമ്പിളിലേക്ക് പോകുന്നു. നമ്മൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, സെലക്ട് എന്നുള്ള കീവേഡ് പറയാം, പിന്നെ ഏതൊക്കെ കോളംസാണോ വേണ്ടത് ആ ഓരോ കോളത്തിൻ്റെ പേര് കൊടുക്കുക, എന്നിട്ട് ഏതാണോ ടേബിൾ ഫ്രം എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നു, പിന്നെ ഏതാണോ ടേബിൾ ആ ടേബിളിൻ്റെ പേര് കൊടുക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് നമുക്ക് ഇങ്ങനെ വേണമെന്ന് വിചാരിക്കുക. ഉദാഹരണമായിട്ട് നമുക്ക് ശ്രദ്ധിക്കുക, സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന ടേബിളിൽ നിന്ന് എല്ലാവരുടെയും നെയിം കിട്ടും. അപ്പോൾ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ തിയറട്ടിക്കലായിട്ട് പറയുന്നില്ല, നല്ലത് നേരെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോവുകയാണ്. സെലക്ട് കമാൻഡ് എന്തിനു യൂസ് ചെയ്യുന്നു എന്ന് ആദ്യം എഴുതി വെക്കുക. ടു റിട്രീവ് ഡേറ്റ ഫ്രം ഡേറ്റാബേസ്. ഡേറ്റാബേസിൽ നിന്ന് അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാനാണ്. ടു റിട്രീവ് ഡേറ്റ ഫ്രം ഡേറ്റാബേസ് എന്ന് പറയാം, കുറച്ചുകൂടെ നല്ലത് റിട്രീവ് ഫ്രം ഡേറ്റ ഫ്രം ടേബിൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ വ്യൂ എന്നൊക്കെ പറയാം. ഓക്കെ, എനിവേ ടു റിട്രീവ് ഡേറ്റ ഫ്രം ഡേറ്റാബേസ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ടേബിളിൽ നിന്ന് എങ്ങനെയാണ് ഡേറ്റ എടുക്കുക എന്നാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നോക്കിയ കമാൻഡ് സെലക്ട് അഡ്മിഷൻ നമ്പർ, ADM നമ്പർ ഫ്രം ഏത് ടേബിളിൽ നിന്നാണ്, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ്, ടീച്ചർ ആണെങ്കിൽ ടീച്ചർ, ഏതാണോ ടേബിൾ ആ ടേബിളിൻ്റെ പേര് പറയാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്ത് എല്ലാ കുട്ടികളുടെയും എന്ത് കിട്ടി, അഡ്മിഷൻ നമ്പർ കിട്ടി. എല്ലാ കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ. എനിക്ക് എല്ലാ കുട്ടികളുടെയും നെയിം കിട്ടണം. ഞാൻ എന്ത് പറയാം, സെലക്ട് അഡ്മിഷൻ നമ്പറിന് പകരം സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും സച്ചിൻ, ഹാരിസ്, അല്ലേ, ജോൺ, അങ്ങനെ എല്ലാവരുടെയും നെയിം കിട്ടി. ശരിയല്ലേ? ഇനി എന്താണ് നെക്സ്റ്റ്, എല്ലാ കുട്ടികളുടെയും അഡ്മിഷൻ നമ്പറും നെയിമും രണ്ടും വേണം വിചാരിക്കുക. ADM നമ്പർ നെയിം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും അഡ്മിഷൻ നമ്പറും നെയിമും കിട്ടി, അല്ലേ? ഇനി അഡ്മിഷൻ നമ്പറും നെയിമും എല്ലാ ഡീറ്റെയിൽസും കിട്ടാൻ വിചാരിക്കുക. നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കുക, അഡ്മിഷൻ നമ്പർ നെയിം കോഴ്സ് എന്ന് കൊടുത്താൽ അഡ്മിഷൻ നമ്പർ നെയിമും കോഴ്സും വന്നു, അല്ലേ? അപ്പോൾ സെലക്ട് കമാൻഡ് ഉപയോഗിക്കുന്നു. നോക്കിയാൽ സെലക്ട് അഡ്മിഷൻ നമ്പർ നെയിം കോഴ്സ് ഫ്രം, എങ്ങനെയാണ്, ഫ്രം സ്റ്റുഡൻറ്റ്, ഏത് ടേബിളാണോ എന്ന്. ഇനിയിപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കിട്ടണമെങ്കിൽ, നമ്മൾ എല്ലാ കോളംസും കിട്ടണമെങ്കിൽ ഈ കോളത്തിൻ്റെ എല്ലാ പേരും ഇങ്ങനെ അഡ്മിഷൻ നമ്പർ നെയിം കോഴ്സ് ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ എല്ലാ കോളവും കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർ എന്ന് കൊടുത്താൽ മതി. സ്റ്റാർ റെപ്രസെൻറ്റ്സ് ആ ടേബിളിലുള്ള എല്ലാ കോളംസും. ഏതൊക്കെ കോളമുള്ളത്, അഡ്മിഷൻ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, കോഴ്സ് ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അപ്പോൾ ആ ടേബിളിലെ എല്ലാ കോളംസും ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ സ്റ്റാർ റെപ്രസെൻറ്റ്സ് ഓൾ ദ കോളംസ് ഇൻ ടേബിൾ. ഒരു ടേബിളിലെ എല്ലാ കോളത്തിനെയാണ് സ്റ്റാർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്താൽ എല്ലാ കുട്ടികളെയും കിട്ടും. ഇനി എനിക്ക് കൊമേഴ്സിൽ പഠിക്കുന്ന കുട്ടികളെ മാത്രം കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ, കൊമേഴ്സിൽ പഠിക്കുന്ന കുട്ടികളെ മാത്രം കിട്ടണമെങ്കിൽ എങ്ങനെ കൊടുക്കണം, സയൻസിൽ പഠിക്കുന്ന കുട്ടികളെ മാത്രം കിട്ടണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. എന്താണ് ചെയ്യേണ്ടത്, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, എന്നിട്ട് എന്ത് പറയാം, എന്താണ് ഏത് കോഴ്സാണോ, കോഴ്സ് ഈസ് ഈക്വൽ ടു, ഏതാണ് കോളം അത് പറയും, കോഴ്സ് ഈസ് ഈക്വൽ ടു സയൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കോഴ്സ് സയൻസ് ആയ കുട്ടികളെ മാത്രം കിട്ടും. കോഴ്സ് സയൻസ് ആയ കുട്ടികളുടെ മാത്രം. ഇതൊരു കണ്ടീഷനാണ്. ഏതാ കണ്ടീഷനായിട്ട് കൊടുത്തത്, ഈ വേർ എന്നുള്ളൊരു കണ്ടീഷനാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോഴ്സ് ഈസ് ഈക്വൽ ടു സയൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സയൻസുള്ള കുട്ടികൾ മാത്രം കിട്ടും. അതിന് പകരം ഇവിടെ സയൻസിന് പകരം ഞാൻ കോഴ്സ് ഈസ് ഈക്വൽ ടു കൊമേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സുകാരെ മാത്രം, കോഴ്സ് ഈസ് ഈക്വൽ ടു ഹ്യൂമാനിറ്റീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസുകാരെ മാത്രം കിട്ടും. അപ്പോൾ അതിനുള്ള ക്ലോസാണ് ഈ ക്ലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കറിയാം, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികളും കിട്ടും. സയൻസ് പഠിക്കുന്നവരെ കിട്ടി, അല്ലേ? ഇതിൽ എത്ര റെക്കോർഡുണ്ടോ എല്ലാ റെക്കോർഡും കിട്ടും. ഇപ്പോൾ സയൻസിൽ 10 ആളുണ്ടെങ്കിൽ ആ 10 ആളും വരും, കൊമേഴ്സിൽ 15 ആളുണ്ടെങ്കിൽ 15 ആളും വരും, ഹ്യൂമാനിറ്റീസിൽ 20 ആളുണ്ടെങ്കിൽ 20 ആളും വരും. അങ്ങനെ എല്ലാ റെക്കോർഡ്സും വരും. അപ്പോൾ നമുക്ക് സയൻസുകാർ മാത്രം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ അറിയാം, ഈ കമാൻഡിൽ കൂടെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്നുള്ള ഈ കമാൻഡില്ലേ, സെലക്ട് സ്റ്റാർ ഫ്രം
സ്റ്റുഡൻറ്റ് എന്ന കമാൻഡിൻ്റെ കൂടെ കണ്ടീഷൻ പറയാം. കണ്ടീഷൻ പറയാൻ വേർ എന്ന് പറയാം. വേർ എന്താ കണ്ടീഷൻ ഏതാണ് കോളം കോഴ്സ് സയൻസ് ആയാലും മാത്രം കിട്ടാം. കോഴ്സ് സയൻസ് ആയാലും അപ്പോൾ എനിക്ക് എങ്ങനെ കൊടുക്കുക വേർ കോഴ്സ് ഇസ് ഈക്വൽ ടു SCIENCE കോഴ്സ് ഈക്വൽ ടു സയൻസ് എന്ന് കഴിഞ്ഞാൽ സയൻസിൽ പഠിക്കുന്ന സയൻസിൽ വേറെ കുട്ടികളുണ്ടെങ്കിൽ അവരും വരുമായിരുന്നു കേട്ടോ. അതിനകത്ത് ഇപ്പോൾ സച്ചിൻ മാത്രമേ ഉള്ളൂ നമ്മളെ ടേബിളിൽ സയൻസ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് അത് മാത്രം വന്നത്. മറിച്ച് ഇപ്പോൾ 10 കുട്ടികൾ സയൻസ് പഠിക്കേണ്ട ആ 10 കുട്ടികളുടെ റെക്കോർഡും ഇവിടെ വരും. അപ്പോൾ എങ്ങനെ കൊടുത്തിരിക്കുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ടേബിളിലെ റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യുക. കണ്ടീഷൻ ഉണ്ട് വേർ എന്താണ് കോഴ്സ് ഇസ് ഈക്വൽ ടു സയൻസ് പഠിക്കുക. ഇനി കോഴ്സ് ഇസ് ഈക്വൽ ടു പിന്നെ ഹ്യൂമാനിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളെ മാത്രം കിട്ടും. കണ്ടോ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ജോണിനെ മാത്രം കിട്ടും. ഇനി നിങ്ങൾക്ക് വേർ അഡ്മിഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 103 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കുട്ടിയെ കിട്ടുക അഡ്മിഷൻ നമ്പർ 103 ആയ കുട്ടീനെ മാത്രം കിട്ടും. കണ്ടീഷൻ എന്താണ് വേർ അഡ്മിഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 103. അപ്പോൾ അഡ്മിഷൻ നമ്പർ 103 ആയ കുട്ടീൻ്റെ എല്ലാ ഡീറ്റെയിൽസും വരും. സ്റ്റാർ മീൻസ് ഓൾ ഡീറ്റെയിൽസ്. മനസ്സിലായല്ലോ. സോ ഇതാണ് സെലക്ട് കമാൻഡ്. നമുക്ക് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാനുള്ളതാണ്. സ്റ്റോർ ചെയ്ത ഡേറ്റ തിരിച്ചെടുക്കാനുള്ളതാണ് സെലക്ട് കമാൻഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെന്ത് പറഞ്ഞു സെലക്ട് കമാൻഡ് പറഞ്ഞു ഇൻസേർട്ട് കമാൻഡ്. നമുക്ക് ഡിലീറ്റ് കമാൻഡും അപ്ഡേറ്റ് കമാൻഡും കൂടെ പറയാം. ഓക്കെ ഡിലീറ്റ് കമാൻഡ് റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ കുട്ടികളുണ്ട്. ഏത് കമാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിലീറ്റ് കമാൻഡ്. നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്നും ചില റെക്കോർഡ്സ് നമുക്ക് കുറേ റെക്കോർഡ്സ് ഉണ്ടായാലും ചിലത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇത് വേണ്ട, ഈ റെക്കോർഡ് വേണ്ട, അങ്ങനെ തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിലീറ്റ് എന്നുള്ള കമാൻഡ്. എന്താണ് ഡിലീറ്റ് എന്നുള്ള കമാൻഡ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ജോണിനെ ഡിലീറ്റ് ചെയ്യണം. ജോണിനെ വേണ്ടെന്ന് വിചാരിക്കുക. ജോണിൻ്റെ അഡ്മിഷൻ നമ്പർ എത്രയാണ് 103. അഡ്മിഷൻ നമ്പർ 103 ആയ കുട്ടീനെ ഡിലീറ്റ് ചെയ്യണം. ഡേറ്റാബേസിൽ നിന്ന് ടേബിളിൽ നിന്ന് കളയണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ കമാൻഡ് കൊടുത്താൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്നുള്ള കമാൻഡ് ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാ കുട്ടികളെയും നമുക്ക് ഡിസ്പ്ലേ ചെയ്തു. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് നമുക്കറിയാം ഈ 3 സ്റ്റുഡൻ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഈ അഡ്മിഷൻ നമ്പർ 103 ആയ കുട്ടീനെ ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മളിങ്ങനെ കൊടുക്കുക ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ അഡ്മിഷൻ നമ്പർ ADM നമ്പർ ഇസ് ഈക്വൽ ടു 103 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ നമ്പർ 103 ആയ ഈ സ്റ്റുഡൻറ്റിനെ ഡേറ്റാബേസിൽ നിന്ന് ഡിലീറ്റ് ആക്കും. അപ്പോൾ നമ്മൾ കൊടുത്തു നോക്കുക ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്. കൊറിയ ഓക്കെ ആണ് അല്ലേ? കൊറിയ ഓക്കെ ആണ്. നമ്മളെന്ത് കൊറിയ കൊടുത്തത് ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ അഡ്മിഷൻ നമ്പർ ഈക്വൽ ടു 103 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 103 അഡ്മിഷൻ നമ്പറുള്ള കുട്ടീനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്തൊക്കെ റെക്കോർഡ്സ് അതിനകത്തുള്ളത്. കണ്ടോ ഇപ്പോൾ ഇതിനകത്ത് 2 എണ്ണേ ഉള്ളൂ അല്ലേ. സച്ചിനും ഹാരിസും ഉണ്ട്. ആര് പോയി? ജോൺ പോയി. ആദ്യം 3 റെക്കോർഡ് ഉണ്ടായിരുന്നു അല്ലേ. 3 റെക്കോർഡ് ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ നമ്മൾ എന്ത് ചെയ്തു ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ആരെ ഡിലീറ്റ് ചെയ്തു? വേർ അഡ്മിഷൻ നമ്പർ ഈക്വൽ ടു 103 എന്ന 103 അഡ്മിഷൻ നമ്പറുള്ള കുട്ടീനെ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഹാരിസിനെ ഡിലീറ്റ് ചെയ്യണം വിചാരിക്കുക. ഹാരിസിനെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറയുന്നു ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ അഡ്മിഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 102. അവൻ്റെ അഡ്മിഷൻ നമ്പർ എത്രയാണ്? 102 കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഇവനെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പിന്നെ നോക്കുക നമ്മളെന്താ ചെയ്തിരിക്കുന്നത് ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് എന്താ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് വേറെ അഡ്മിഷൻ നമ്പർ ഈക്വൽ ടു 102. അങ്ങനെയാകുമ്പോൾ ഇനി നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആര് മാത്രമേ ഉള്ളൂ? സച്ചിൻ മാത്രമേ ഉള്ളൂ. ബാക്കി 2 ആളും ഡിലീറ്റായി. കാരണം 2 പ്രാവശ്യം നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഒന്ന് അഡ്മിഷൻ നമ്പർ 103 ഡിലീറ്റ് ചെയ്തു ഒരു പ്രാവശ്യം, അടുത്ത പ്രാവശ്യം അഡ്മിഷൻ നമ്പർ 102 ഡിലീറ്റ് ചെയ്തു. ഇനി ആര് മാത്രമേ ഉള്ളൂ? സച്ചിൻ മാത്രമേ ഉള്ളൂ. ഓക്കെ അപ്പോൾ ഡിലീറ്റ് കമാൻഡ് എങ്ങനെ യൂസ് ചെയ്യും? ഡിലീറ്റ് കമാൻഡിൻ്റെ കൂടെ നമ്മൾ വേർ ക്ലോസ് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? വെറുതെ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെറുതെ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് ഇങ്ങനെ കൊടുത്തു, ഒരു കണ്ടീഷനുമില്ല, ഇങ്ങനെ എഴുതി. നമ്മൾ 2 രീതിയിലാണ് ഇപ്പോൾ എഴുതിയത്. ഒന്ന് ആദ്യത്തെ കണ്ടീഷൻ ഇങ്ങനെ എഴുതിയ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ
അഡ്മിഷൻ നമ്പർ ഈക്വൽ ടു 102 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ നമ്പർ 102 കുട്ടീനെ മാത്രമേ ഡിലീറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഞാൻ ഇങ്ങനെ എഴുതി എന്ന് വിചാരിക്കുക. എങ്ങനെ എഴുതി? ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്, ഇത്ര മാത്രം കൊടുത്തു. ഏത് കണ്ടീഷൻ കൊടുത്തില്ല? വേർന്നുള്ള ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ കണ്ടീഷൻ കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ കമാൻഡ് മാത്രം കൊടുത്തു, കണ്ടീഷനൊന്നും ഇല്ലാതെ കൊടുത്തു. ആരാന്നൊന്നും പറഞ്ഞില്ല, ആരെ ഡിലീറ്റ് ചെയ്യണമെന്നും പറഞ്ഞില്ല. ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടേബിളിലെ മുഴുവൻ റെക്കോർഡും ഡിലീറ്റ് ചെയ്യപ്പെടും. ഓൾ റെക്കോർഡ്സ് വിൽ ബി ഡിലീറ്റ്, ഓൾ റെക്കോർഡ്സ് വിൽ ബി ഡിലീറ്റഡ്. ഒരു കണ്ടീഷനും പറഞ്ഞില്ല, അതുകൊണ്ട് എല്ലാ റെക്കോർഡ്, അപ്പോൾ ടേബിൾ 100 റെക്കോർഡ് ഉണ്ടെങ്കിൽ 100 റെക്കോർഡും പോകും. ടേബിൾ ഡിലീറ്റ് ആവുമോ? ടേബിൾ ഡിലീറ്റ് ആവില്ല. ടേബിളിലെ കണ്ടൻറ്റ് മുഴുവൻ പോകും. ടേബിൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഏത് കമാൻഡ് ഉപയോഗിക്കണം? നമ്മൾ നേരത്തെ പഠിച്ച ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്യണം. ഡ്രോപ്പ് കമാൻഡ് ഉപയോഗിച്ചാലാണ് ടേബിൾ ഡിലീറ്റ് ആവുള്ളൂ. ടേബിൾ അവിടെ ഉണ്ടാവും, പക്ഷേ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ടേബിളിലുള്ള എല്ലാ റെക്കോർഡ്സും പോകും. ഒറ്റ റെക്കോർഡ്സും പിന്നെ ടേബിളിൽ ഉണ്ടാവില്ല, പക്ഷേ ടേബിൾ അവിടെ ഉണ്ടായിരിക്കും. ടേബിളിന് ഒഴിവാക്കണമെങ്കിൽ ഏത് കമാൻഡ് യൂസ് ചെയ്യണം? ഡ്രോപ്പ് കമാൻഡ് ഉപയോഗിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പിന്നെ ടേബിൾ പോവുള്ളൂ. ഓക്കെ, ഇവിടെ ഇതിനെ ഞാൻ പ്രാക്ടിക്കലായിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ഹാരിസിനെയും ആരെയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തു? ജോണിനെയും ഡിലീറ്റ് ചെയ്തു. അവരെ ഞാൻ വീണ്ടും ഇൻസേർട്ട് ചെയ്യണം. അതിന് ഇവിടെ പഴയ കമാൻഡ് ഉണ്ടാവും, അത് ഉപയോഗിച്ച് ഞാൻ ഈ ആരോ കീ പ്രസ് ചെയ്താൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ജോണിനെ, ഇത് ഇവിടെ കണ്ടോ, പഴയ ഡേറ്റ ഇവിടെ ഉണ്ട്. ഇൻസേർട്ട് ഇൻറ്റു എന്നുള്ള പഴയ കമാൻഡ് ഇവിടെ ഉണ്ട്. അത് ഞാൻ ഈ ആരോ കീ പ്രസ് ചെയ്താൽ, കീബോർഡിൽ ആരോ കീ പ്രസ് ചെയ്താൽ പഴയ കമാൻഡ് കിട്ടും. അപ്പോൾ ഞാൻ ജോണിനെ ഇൻസേർട്ട് ചെയ്തു. അതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നം കമാൻഡിനകത്തുണ്ട്. എന്തായിരുന്നു? ADM നമ്പർ എന്നുള്ളത് ഇവിടെ M കൊടുക്കാൻ വിട്ടുപോയി. ഇവിടെ കണ്ടോ, അഡ്മിഷൻ നമ്പർ എന്നിങ്ങനെ കൊടുക്കണം കേട്ടോ. ഞാൻ വീണ്ടും ആരെ ഇൻസേർട്ട് ചെയ്തു? ജോണിനെ ഇൻസേർട്ട് ചെയ്തു. ഞാൻ വീണ്ടും അതേപോലെ നേരത്തെ കൊടുത്ത കമാൻഡ് ഇവിടുന്ന് ആരോ കീ പ്രസ് ചെയ്താൽ നമുക്ക് വീണ്ടും കിട്ടും കീബോർഡിൽ നിന്ന്. സോ ഞാൻ ഹാരിസിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നു. ഹാരിസിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഹാരിസിനെ ഇൻസേർട്ട് ചെയ്തു കേട്ടോ. ഇൻസേർട്ട് ഇൻറ്റു കമാൻഡ് ഉപയോഗിച്ച് ഞാൻ ഡിലീറ്റ് ചെയ്ത ഹാരിസിനെ വീണ്ടും ഇൻസേർട്ട് ചെയ്തു. ഇനി ടേബിളിനകത്തുള്ള എല്ലാ റെക്കോർഡ്സും നോക്കുക. എന്താണ്? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് അല്ലേ? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടേബിളിലെ മുഴുവൻ റെക്കോർഡ്സും കിട്ടും. അപ്പോൾ ഏതൊക്കെ? അപ്പോൾ നമ്മൾ രണ്ടാമത് ഡിലീറ്റ് ചെയ്ത ജോണിനെയും ഹാരിസിനെ ഇൻസേർട്ട് ചെയ്തു. സോ നമുക്ക് എല്ലാ റെക്കോർഡ്സും വീണ്ടും വന്നു അല്ലേ? ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഏത് കമാൻഡ്? ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്, കണ്ടീഷൻ ഇല്ലാതെ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് എന്നുള്ള ഈ പെർട്ടിക്കുലർ കമാൻഡ് ഞാൻ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ കമാൻഡ് എന്ത് ചെയ്യുകയാണ്? ഈ ഒരു പെർട്ടിക്കുലർ കമാൻഡ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം എല്ലാ റെക്കോർഡും എന്താവും? എല്ലാ റെക്കോർഡ്സും ഡിലീറ്റ് ആവും. സോ വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. സി ദിസ് ഇസ് ദ കമാൻഡ്. ഏതാണ്? പഴയ കമാൻഡ് എടുക്കുന്നു, ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് മാത്രം കൊടുക്കുന്നു, കണ്ടീഷൻ ഇല്ല. ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുന്നു, കണ്ടീഷൻ ഇല്ല. എല്ലാ റെക്കോർഡ് ഡിലീറ്റ് ചെയ്തു. കണ്ടോ, 3 rows എഫക്റ്റഡ് എന്ന് കണക്കാം. ഒക്കെ 3 rows എഫക്റ്റഡ്, 3 rows എന്ന് പറഞ്ഞാൽ ആകെ 3 റെക്കോർഡുള്ള 3 ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം. നമ്മൾ നോക്കുക, വീണ്ടും നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടേബിളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കാണിച്ചില്ല. എന്താ കാണിച്ചത്? empty സെറ്റ്, ഒന്നുമില്ല, ഒരു ഇല്ലാത്ത ടേബിളാണെന്ന് പറഞ്ഞ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് നേരത്തെ കൊടുത്തപ്പോൾ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്തു, എല്ലാം ഡിസ്പ്ലേ ചെയ്തു. അതിനുശേഷം നമ്മൾ ഏത് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തു? ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്. ഒരു കണ്ടീഷൻ ഇല്ലാതെ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തു. എന്ത് സംഭവിച്ചു? ഇതിലുള്ള എല്ലാ റെക്കോർഡ്സും ഡിലീറ്റായി. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തപ്പോൾ ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? empty സെറ്റ് എന്ന് വന്നിരിക്കുന്നത്. ഒരു ഇൻഫർമേഷനും ഇല്ല. സോ നമ്മൾ ഡിലീറ്റ് കമാൻഡ് ഡിസ്കസ് ചെയ്തു. ഡിലീറ്റ് വേർ ക്ലോസ് കൊടുത്താൽ നമുക്ക് ആ പെർട്ടിക്കുലർ കണ്ടീഷനുള്ള റെക്കോർഡ് മാത്രം ഡിലീറ്റ് ചെയ്യാം. വേർ ക്ലോസ് കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാ റെക്കോർഡ്സും ഡിലീറ്റ് ആവും. ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്? അപ്ഡേറ്റ് കമാൻഡ്. അപ്ഡേറ്റ് ടു മോഡിഫൈ ഡേറ്റ ഇൻ എ ടേബിൾ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടേബിളിലെ ഡേറ്റ മോഡിഫൈ ചെയ്യാൻ. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, പിന്നെ ഇപ്പോൾ നമുക്ക് ജോൺ എന്നുള്ള കുട്ടിയുടെ പേര് ജോണി എന്നാക്കണം വിചാരിക്കുക. ജോൺ എന്നുള്ള കുട്ടിയുടെ പേര് ജോണി എന്നാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഡേറ്റ മോഡിഫൈ ചെയ്യണം. ഡേറ്റ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ജോണ് നമ്മൾ തെറ്റായിട്ട് ഹ്യൂമാനിറ്റീസിലെ കുട്ടിയാണെന്ന് എൻട്രി ചെയ്തു. നമുക്ക് പിന്നെ ബോധ്യമായി ജോണി കോമേഴ്സിൽ വരേണ്ട കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഡേറ്റ മോഡിഫൈ ചെയ്യണം. ഡേറ്റ ഓൾറെഡി ഉള്ള ഡേറ്റ മോഡിഫൈ ചെയ്യാനാണ് ഏത് കമാൻഡ് യൂസ് ചെയ്യുന്നത്? നമ്മൾ അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്.
ഒരു കുട്ടിയുടെ പേര് തെറ്റായിട്ട് എൻ്റർ ചെയ്തു, ഒരു കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ തെറ്റായിട്ട് എൻ്റർ ചെയ്തു, ഒരു കുട്ടിയുടെ ഏതെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ തെറ്റായിട്ട് എൻ്റർ ചെയ്തു എങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള കമാൻഡാണ് അപ്ഡേറ്റ് കമാൻഡ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് കമാൻഡ് പഠിക്കാം. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് കമാൻഡ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജോൺ എന്നുള്ള കുട്ടിയുടെ അതിൻ്റെ അഡ്മിഷൻ നമ്പർ നമുക്കറിയാം 103 ആയിരുന്നു എന്ന് വിചാരിക്കാം അഡ്മിഷൻ നമ്പർ. അപ്പോൾ 103 എന്നുള്ള അഡ്മിഷൻ നമ്പറുള്ള കുട്ടിയുടെ കോഴ്സ് നമുക്ക് എന്താക്കി മാറ്റണം. കോഴ്സ് നേരത്തെ എന്തോ ആണ്, അത് ശരിക്കുള്ള കോഴ്സ് കൊമേഴ്സ് ആക്കണം. കൊമേഴ്സിലേക്ക് മാറ്റണം. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്, നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? അപ്ഡേറ്റ്. ഏത് ടേബിളാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത്? സ്റ്റുഡൻ്റ് ആണ്. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് എന്ന ടേബിൾ അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സെറ്റ് ചെയ്യണം. എന്ത് സെറ്റ് ചെയ്യണം? കോഴ്സ് ഇസ് ഈക്വൽ ടു കൊമേഴ്സ് എന്ന് സെറ്റ് ചെയ്യണം. കൊമേഴ്സ്. കണ്ടീഷൻ പറയണം. വേർ അഡ്മിഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 103. അഡ്മിഷൻ നമ്പർ 103 ആയിട്ടുള്ള കുട്ടിയുടെ കോഴ്സ് എന്തായിട്ട് സെറ്റ് ചെയ്യണം? കോഴ്സ് കൊമേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യണം. നേരത്തെ വേറെ എന്തോ കോഴ്സായിരുന്നു, ഹ്യൂമാനിറ്റീസോ സയൻസോ എന്തോ ആയിരുന്നു. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നേരത്തെ എന്താണെന്നുള്ള നമുക്ക് പ്രശ്നമില്ല. ആ കുട്ടിയുടെ കോഴ്സ് ശരിക്കും എന്തായിട്ട് സെറ്റ് ചെയ്യണം? ഹ്യൂമാനിറ്റീസ് ആയിട്ട് സെറ്റ് ചെയ്യണം. അതിനുള്ള കമാൻഡായി കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇതായി കൊടുത്തിരിക്കുന്ന കമാൻഡ്. എന്താ കമാൻഡ് നോക്ക്. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ്. ഏതാണോ ടേബിൾ, ആ ടേബിളിൻ്റെ പേര്. ഇവിടെ എന്താണ് മോഡിഫൈ ചെയ്യേണ്ടത്? അത് സെറ്റ് കമാൻഡ് ഉപയോഗിച്ച് പറയണം. സെറ്റ് കോഴ്സ് ഇസ് ഈക്വൽ ടു കൊമേഴ്സ്. കോഴ്സ് എന്താക്കണം? കൊമേഴ്സ് ആക്കണം. ആരുടേതാ? വേർ അഡ്മിഷൻ നമ്പർ ഇസ് ഈക്വൽ ടു 103. അഡ്മിഷൻ നമ്പർ 103 ആയ കുട്ടിയുടെ കോഴ്സ് കൊമേഴ്സ് ആക്കണം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ടേബിൾസ് ഉണ്ടോ? ടേബിളുണ്ട്, സ്റ്റുഡൻറ്റ് ടേബിളുണ്ട്, ഡേറ്റ ഇല്ല. അപ്പോൾ നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ഇൻറ്റു കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. കാരണം നേരത്തെ ഇവിടെ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് അറിയാം, ഞാൻ വീണ്ടും ആ പഴയ കമാൻഡ് ഇവിടുന്ന് എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണേ. സോ നോക്കാം. ഇൻസേർട്ട് ഇൻറ്റു ആദ്യത്തേത് നമ്മളിവിടെ ആദ്യത്തേത് ആരായിരുന്നു? സച്ചിൻ അല്ലേ? ആരായിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ എവിടെയെങ്കിലും പഴയത് കിടക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക കീബോർഡിൽ ആരോ കീ പ്രസ് ചെയ്യണേ. ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുമെന്നറിയാം? നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത കമാൻഡ്സ് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഞാൻ അഡ്മിഷൻ നമ്പർ സച്ചിനെ ഇൻസേർട്ട് ചെയ്തു. ഇനി ഞാൻ വീണ്ടും പഴയ കമാൻഡ്സ് എടുക്കും. സച്ചിൻ കഴിഞ്ഞു. ഹാരിസിനെ ഇൻസേർട്ട് ചെയ്തു. ദെൻ വീണ്ടും പഴയ ഇൻസേർട്ട് കമാൻഡ് എടുക്കുന്നു. നമുക്ക് ആരെ കിട്ടണം? ജോണിനെ കിട്ടാം. ജോൺ ഇവിടെയുണ്ട്. ജോണ് കറക്റ്റ് അല്ലേ? 3 പഴയ ഇൻസേർട്ട് കമാൻഡ് ഞാൻ വീണ്ടും കീബോർഡിൽ നിന്ന് ആരോ കീ പ്രസ് ചെയ്ത് തിരിച്ചെടുത്താണ്. അപ്പോൾ 3 കമാൻഡ് നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തു. ഇൻസേർട്ട് ഇൻറ്റു എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ ആരെ ഇൻസേർട്ട് ചെയ്തു? സച്ചിനെ ഇൻസേർട്ട് ചെയ്തു അല്ലേ? അതേപോലെ ഇൻസേർട്ട് ഇൻറ്റു കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹാരിസിനെ ഇൻസേർട്ട് ചെയ്തു, ജോണിനെ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും ഡിലീറ്റ് ചെയ്ത റെക്കോർഡൊക്കെ വീണ്ടും ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ കുട്ടികളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ 101 സച്ചിൻ സയൻസ്, ഹാരിസ് കൊമേഴ്സ്, 103 ജോൺ ഹ്യൂമാനിറ്റീസ്. നമുക്ക് ജോൺ ഹ്യൂമാനിറ്റീസ് എന്നാണ് വന്നിരിക്കുന്നത്. തെറ്റായിട്ട് എൻ്റർ ചെയ്താന്ന് വിചാരിക്കാം. നമുക്ക് ജോണിനെ എന്താക്കി മാറ്റണം? ജോണിനെ കൊമേഴ്സ് ആക്കണം. അപ്പോൾ ജോണിൻ്റെ അഡ്മിഷൻ നമ്പർ എത്രയാണ് നോക്കാം? 103. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് ഇതാണ്. ഏത് കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത്? അപ്ഡേറ്റ്. ഏത് ടേബിളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ്. സോ അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ്. എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? കോഴ്സിനെ എന്താക്കി മാറ്റണം? ഹ്യൂമാനിറ്റീസ് മാറ്റിയിട്ട് കോഴ്സിനെ എന്താക്കണം? കൊമേഴ്സ് ആക്കണം. സോ അതിൽ സെറ്റ് ഏതാണോ കോളം? കോഴ്സ് എന്ന കോളം. കോഴ്സ് ഇസ് ഈക്വൽ ടു എന്ത് വാല്യൂ കൊടുക്കേണ്ടത്? കൊമേഴ്സ് എന്ന് കൊടുക്കണം. കൊമേഴ്സ്. ആരുടെ വാല്യൂ മാറ്റേണ്ടത്? വേർ. എന്താ കണ്ടീഷൻ? അഡ്മിഷൻ നമ്പർ 103 ആയിട്ടുള്ള ആളുടെ കോഴ്സ് എന്തായിട്ട് സെറ്റ് ചെയ്യണം? കൊമേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യണം. സോ വേർ അഡ്മിഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 103. അഡ്മിഷൻ നമ്പർ 103 ആയിട്ടുള്ള കുട്ടിയുടെ കോഴ്സ് എന്തായിട്ട് സെറ്റ് ചെയ്തു? അഡ്മിഷൻ നമ്പർ 103 ആയിട്ടുള്ള കുട്ടിയുടെ കോഴ്സ് നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്തു? കൊമേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്തു. അൺനോൺ കോഴ്സ് എന്നുള്ള ഞാനിവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. കോഴ്സിൻ്റെ സ്പെല്ലിംഗ് CE അല്ല SC ആണ്. ഓക്കെ, ശരിയായി. കുറി ഓക്കെയാണ്. ഇനി നമ്മൾ നോക്കുക, പിന്നെ അഡ്മിഷൻ നമ്പർ 103 ആയ കുട്ടിയുടെ കോഴ്സ്
കോഴ്സ് നമ്മൾ കൊമേഴ്സ് ആയിട്ടോ ചെക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? സെലക്ട് കമാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തു. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞു. 103 എന്ന കുട്ടിയുടെ കോഴ്സ് എന്തായിട്ടുണ്ട്? കോഴ്സ് എന്തായിട്ട് സെറ്റ് ചെയ്തു? കൊമേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്തു. ഏത് കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത്? അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ്. ദെൻ എന്താണോ സെറ്റ് ചെയ്യേണ്ടത്? സെറ്റ് കോഴ്സ് ആണെങ്കിൽ കോഴ്സ്, അതിൻ്റെ വാല്യൂ എന്താണോ അത് കൊടുക്കുക. കണ്ടീഷൻ കൊടുക്കുക, വേർ അഡ്മിഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 103. ഇനി നമുക്ക് 101 എന്ന കുട്ടിയുടെ കോഴ്സ് അല്ലെങ്കിൽ 102 എന്ന കുട്ടിയുടെ ഹാരിസിൻ്റെ കോഴ്സ് ഹ്യൂമാനിറ്റീസ് ആക്കണമെന്ന് വിചാരിക്കുക. എങ്ങനെ കമാൻഡ് കൊടുക്കുക? അപ്ഡേറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്ഡേറ്റ് എന്താണ്? ആരെ ചേഞ്ച് ചെയ്യുന്നത്? സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൽ ചേഞ്ച് വരുത്തണം. സ്റ്റുഡൻറ്റ് എന്ന ടേബിൾ എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? സെറ്റ് കോഴ്സ് ആണെങ്കിൽ കോഴ്സ് ഇസ് ഈക്വൽ ടു എന്താക്കണം? ഹ്യൂമാനിറ്റീസ് ആക്കണം. ആരുടേത്? ഹ്യൂമാനിറ്റീസ് ആക്കണം. ആരുടേതാ? ഹാരിസ് എന്നുള്ള പേരിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അതിൻ്റെ അഡ്മിഷൻ നമ്പർ ഉപയോഗിക്കുന്നു. വേർ എന്താ കണ്ടീഷൻ? വേർ അഡ്മിഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 102. അഡ്മിഷൻ നമ്പർ 102 കുട്ടിയുടെ കോഴ്സ് എന്താക്കി? ഹ്യൂമാനിറ്റീസ് സെറ്റ് ചെയ്തു. നമ്മളത് ചെയ്തിരിക്കുന്നത് അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് കോഴ്സ് ഈസ് ഈക്വൽ ടു ഹ്യൂമാനിറ്റീസ്. ശരിയല്ലേ? വേർ കണ്ടീഷൻ എന്താ? അഡ്മിഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 102. ഇനി നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹാരിസിൻ്റെ കോഴ്സ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഹാരിസിൻ്റെ കോഴ്സ് ഹ്യൂമാനിറ്റീസ് ആയി. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വേർ എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? വേർ എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് അല്ലേ? കണ്ടീഷൻ പറഞ്ഞിട്ട്. ഇനി കണ്ടീഷൻ പറയാതെയാണെങ്കിലോ വെറുതെ ഇങ്ങനെ കൊടുത്തു. നമ്മൾ കണ്ടീഷൻ പറയാതെ ഇങ്ങനെ കൊടുത്തു. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് കോഴ്സ് ഇസ് ഈക്വൽ ടു സയൻസ് എന്ന് കൊടുത്തു. വേർന്ന് കൊടുത്തില്ല. ഇത്രയും മാത്രം കൊടുത്ത് സെമിക്കോളൻ ഇട്ടു. ഇത്രയും മാത്രം കൊടുത്തു. വേർന്ന് കൊടുത്തില്ല. വേർന്നുള്ള കണ്ടീഷൻ കൊടുത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? വേർന്ന് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വേർന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ കുട്ടികളുടെയും വേർ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ കുട്ടികളുടെയും കോഴ്സ് എന്താക്കി മാറ്റും? കൊമേഴ്സ് ആവും. കാരണം കണ്ടീഷൻ പറയില്ല. അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. സ്റ്റുഡൻറ്റ് എന്ന ടേബിൾ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് സെറ്റ് ചെയ്യാൻ പറഞ്ഞു? കോഴ്സ് സയൻസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. കണ്ടീഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ കുട്ടികളുടെയും എല്ലാ റെക്കോർഡിൻ്റെയും കോഴ്സ് എന്തായിട്ട് മാറ്റും? സയൻസ് ആയിട്ട് സെറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ഞാനിവിടെ സെറ്റ് ചെയ്യുന്നു, ഞാനിവിടെ ചെക്ക് ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് കോഴ്സ് ഇസ് ഈക്വൽ ടു സയൻസ് എന്ന് കൊടുത്തു. സയൻസ് കണ്ടീഷൻ കൊടുത്തോ? ഇല്ല. ആരുടേതാണെന്നോ വേർ കണ്ടീഷൻ കൊടുത്തില്ല. ഞാൻ വെറുതെ ഇങ്ങനെ കൊടുത്തു. കൊറി ഓക്കെയാണ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ കുട്ടികളുടെയും കോഴ്സ് എന്തായിട്ട് മാറ്റിയിട്ടുണ്ട്? സയൻസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ കണ്ടീഷൻ കൊടുത്തില്ലെങ്കിൽ എല്ലാ കുട്ടികളുടെയും കോഴ്സ് സയൻസ് ആയിട്ട് സെറ്റ് ചെയ്യും. സോ വി ഹാവ് കവേർഡ്. നമ്മൾ ഈ പാർട്ട് കവർ ചെയ്തു. ഇതിനകത്ത് ഒരു ചെറിയ പാർട്ട് കൂടിയുണ്ട്, കൺസ്ട്രെയിൻസ്. അത് കൊമേഴ്സ് കുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ളൂ, ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കില്ല. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കൺസ്ട്രെയിൻസിനെ കുറിച്ച് ക്ലാസ് എടുക്കും. ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് സെഷൻ ഹിയർ. ഇത് ശ്രമിച്ച എല്ലാ കുട്ടികൾക്കും നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. DDL കമാൻഡ്സ്, ക്രിയേറ്റ് ടേബിൾ കമാൻഡ്, ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ടേബിൾ എങ്ങനെ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ DML കമാൻഡ്സ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് കമാൻഡ്സ്. അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ്സ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, എങ്ങനെയാണ് ടേബിളിലെ റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്യുക, എങ്ങനെയാണ് ടേബിളിലെ റെക്കോർഡ്സ് മാറ്റം വരുത്തുക, അപ്ഡേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ടേബിളിൽ നിന്ന് റെക്കോർഡ്സ് റിട്രീവ് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് സംബന്ധിച്ചിടത്തോളം ചാപ്റ്റർ നമ്പർ 9 കംപ്ലീറ്റ് ആണ്. കൊമേഴ്സ് കുട്ടികൾക്കും വേണ്ടി മാത്രം കൺസ്ട്രെയിൻസ് എന്നൊരു പാർട്ടുണ്ട്. അത് ഞാൻ അടുത്ത സെഷനിൽ എടുക്കുന്നതാണ്. ഓക്കെ, ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. അടുത്ത സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച്.